എല്ലാം അങ്ങനെ പാറിപ്പോകുന്നത് തൊട്ടിട്ട് ഒരു ഒരു ബെഡ്ഷീറ്റ് വിരിക്കുന്നതിലുള്ള അതിൽ വരെ ഹൊറർ എലമെൻ്റ് കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. ഈവൻ ഇതിൻ്റെ വിഷ്വൽസും ഇതിൽ ഈ സിനിമ വളരെ ചെറിയ സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ലൊക്കേഷൻസോ അങ്ങനെയൊന്നുമില്ല. ബട്ട് ഇതിൽ കാണിക്കുന്ന 1-2 വീടുകൾ കാണിക്കുന്നുണ്ട്. ഇതിൽ ആ ഒരു റിച്ച്നെസ് ഭയങ്കര രസമായിട്ട് വിഷ്വലി നല്ല രസമുള്ളൊരു സിനിമയാണ് ഡൈസ് എറെ. സോറി, DS എറെ അങ്ങനെ തന്നെ തോന്നുന്നത് പ്രൊനൗൺസ് ചെയ്യുക. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഈ സിനിമ അങ്ങനെ ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യാൻ തന്നെ പറയാം. കാരണം വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. യൂഷ്വലി രാഹുൽ സദാശിവൻ്റെ സിനിമകളിൽ പോലെ തന്നെ ഒത്തിരി ക്യാരക്ടേഴ്സൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യുന്നത് പ്രണവാണെന്ന് തന്നെ പറയാം. അത് ഒറ്റയ്ക്ക് ആ ഒരു ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യുക പറയുന്നത് ഭയങ്കര പാടാണ്. ഒരു സിനിമ ഒറ്റയ്ക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുക. അത് ഒരു ഹൊറർ ജോണറാണെങ്കിൽ അത് ഡബിളാണ്. കാരണം ആ ഒരു പ്രൊട്ടഗോണിസ്റ്റിൽ തന്നെയാണ് കംപ്ലീറ്റ് പ്രഷറും അവിടെയാണ് ഇരിക്കുന്നത്. കാരണം ആ ഒരു കഥൻ്റെ എല്ലാ ഇമോഷൻസും ഡെലിവർ ചെയ്യേണ്ട ഈ ക്യാരക്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അത് അടിപൊളിയായിട്ട് പ്രണവ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് 1-2 സീക്വൻസ് ഉണ്ട്, സ്പോയിലറാണെന്നൊന്നും പറയുന്നില്ല. അത് അടിപൊളിയായിരുന്നു. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഷാർപ്പായിട്ടുണ്ട് പ്രണവ്. നമുക്ക് കുറച്ചും കൂടി ആള് ആക്ടർ എന്ന രീതിക്ക് ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരൻ്റെ അഭിനയം. ഇതിൽ പ്രണവിനെ കൂടാതെ ഇതിലൊത്തിരി ആർട്ടിസ്റ്റുകളൊന്നുമില്ല. ഒരു 4-5-6 പേര് അങ്ങനെ അത്രേ ഉള്ളൂ. അവരൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് അവരെല്ലാവരും ഭയങ്കര സട്ടിലായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. നമുക്ക് ശരിയാവാൻ പോവില്ല. ഭയങ്കര കമൻ്റടി ഞാൻ ഉണ്ടായിരുന്നു തിയേറ്ററിൽ. ഞാൻ പോയത് അത്ര ക്രൗഡഡ് ഒന്നുമല്ല, അത്യാവശ്യം വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ തന്നെയായിരുന്നു. പക്ഷേ ആകെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നിട്ട് പോലും അങ്ങനെ വന്നു. അത് ഭയങ്കര അനോയിങ് ആണ്. അത് ശരിക്കും നമ്മുടെ കൂടെ ഇരിക്കുന്നോട് ചെയ്യുന്ന തെറ്റാണ്. എല്ലാവരും കാശ് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനും കാണുമ്പോൾ. അത് പലയിടത്തും നമുക്ക് പ്രശ്നമായി തോന്നും. കാരണം നമ്മൾ ആ ഒരു ഇമോഷനിൽ ഇൻവോൾവായി വരുമ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള കമൻറ്റ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അവരെന്താണോ ഡെലിവർ ചെയ്യാൻ വന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഫീൽ ചെയ്യാം. ആ കംപ്ലീറ്റ് മൂഡ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഇവരുടെ കമൻ്റ് അടികൾ അല്ലെങ്കിൽ ചിരികൾ ഒക്കെ കൊണ്ട്. അത് ഭയങ്കര അനോയിങ് ആയിരുന്നു ഈ ഒരു സിനിമ കണ്ടപ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ ഹൊറർ സിനിമകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഭയങ്കര എക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ പോയത്. പക്ഷെ ടു ബി ഹോണസ്റ്റ് എൻ്റെ എക്സ്പെക്റ്റേഷൻസിന് ഇത് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളരെ ബേസിക്കായിട്ട് നമ്മളൊക്കെ കണ്ടു മറന്നിട്ടുള്ള ഹൊറർ സിനിമകളുടെ പ്ലോട്ട് തന്നെയാണ് ഇതിൽ. പക്ഷെ 1-2 രസമുള്ള എലമെൻറ്റുകളൊക്കെ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് നോട്ട് ദ ടു ബെസ്റ്റ്. ഭൂതകാലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ടു മച്ച് ഗുഡ്. അങ്ങനെ എനിക്ക് പറയാൻ തോന്നിയില്ല. പിന്നെ ഈ സിനിമയിൽ രാഹുൽ സദാശിവൻ്റെ മേക്കിങ്ങിനെ കുറിച്ച് പറയണം. കാരണം ഇത് പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയ പ്ലോട്ടാണ്. പുള്ളിക്കാരൻ്റെ ഏത് സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു വലിയ കഥ അല്ല വലിയ പ്ലോട്ടോ അല്ലെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങളുള്ള സിനിമ അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്തിട്ടുള്ളത് വളരെ ചെറിയ പ്ലോട്ടിൽ എങ്ങനെ മാക്സിമം പേടിപ്പിക്കാമെന്നേ നോക്കിയിട്ടുള്ളൂ. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഇതിന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഡ്യൂറേഷൻ 1 മണിക്കൂറും 55 മിനിറ്റുമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ആ ഒരു സമയം കൊണ്ട് നമ്മളെ മാക്സിമം പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഗംഭീര മേക്കിംഗ് ആണ്, നന്നായി മേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരനല്ലാതെ വേറൊരാൾ ഇത് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഹാൻഡ്സ് ഓഫ് ദ മേക്കിംഗ് അടിപൊളിയായിരുന്നു മേക്കിംഗ്. ദിസ് ഇസ് ദ റിവ്യൂ ഓഫ്
ഡിയസ് എറെ.